നോമ്പുകാരന് സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുമോ? നോമ്പുകാരന് അത്തറോ സ്പ്രേയോ ബുഖൂറോ ഒന്നും ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അത് അത്ര എന്തല്ല, ഭക്ഷണപാനീയമല്ല, ഒരാൾ കഴിക്കുന്ന വസ്തുവല്ല. അത്ര ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നതിന്റെ മൗലവിയുടെ അടിസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഭക്ഷണപാനീയമാണോ? അല്ലെങ്കിൽ പറ്റും. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇത് ഏത് സിലബസിൽ നിന്നാണോ ഇവരൊക്കെ പഠിച്ചു വരുന്നത്? അള്ളാഹു ആലം. എന്നിട്ട് ആളുകളുടെ അമലുകൾ മുടക്കാണ്, ആളുകളുടെ അമല് ഫസാദാക്കാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്കതിന് ഏത് സിലബസാ അറിയുന്നത്? ചെങ്ങായിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു മൂപ്പര് ഇസ്ലാമിൽ വൻപാവായിട്ടുള്ള ഒരു കാര്യത്തെ ഹലാലാക്കിയതുപോലെയുണ്ട്. മാലിക്കി മദ്ഹബ്, അതുപോലെ തന്നെ ഹംബലി മദ്ഹബ്, ഹനഫി മദ്ഹബിലൊക്കെ നോമ്പുകാരൻ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. ഇമാം ഷാഫി റഹിമഹുല്ല തന്റെ ഉമ്മ എന്ന ഗ്രന്ഥത്തിൽ നോമ്പുകാരൻ സുഗന്ധം ഉപയോഗിക്കുന്നത് അനുവദനീയമാണ് എന്ന് കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ ഈ തലച്ചോറിലേക്ക് അരിച്ചു കയറുന്ന മണമാണെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹറാമാണ് എന്നൊന്നല്ല പറഞ്ഞിട്ടുള്ളത്, അത് കറാഹത്താണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമാണുള്ളത്. ഒരു ഒരക്കെ അറിയാതെ ഇവിടെ വന്നിങ്ങനെ കൊരക്കാണ്. ഇച്ചെങ്ങായിക്ക് ഷാഫി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നോ, ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഒക്കെ എങ്ങനെയുള്ള അഭിപ്രായം ഉണ്ടെന്നോ ഒരു ഒലക്കെ അറിയില്ല. എന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കൊരക്കാണ്. അതുകൊണ്ട് മോനോസ് ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ആദ്യം ഒന്ന് പഠിച്ചു വരിക. അറിവില്ലായ്മ ഒരിക്കലും ഒരു തെറ്റല്ല, പക്ഷെ ആ അറിവില്ലായ്മ ഇവിടെ വന്ന് ഛർദ്ദിച്ചിട്ട് ആളുകൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാതിരിക്കുക.